ഹലോ, ഫയർഫോഴ്സ് അല്ലേ? ഇവിടെ തീ. പുത്തരിക്കണ്ടത്ത്. അല്ല, വലിയ തീയാണ്. ഇപ്പൊ കെടുത്തിയില്ലേ ചിലപ്പോൾ കേരളം തന്നെ കത്താൻ സാധ്യതയുണ്ട്. പെട്ടെന്ന്. അല്ല, തീ വരുന്നുണ്ട്. തീ ഇങ്ങെത്തി. അതെ, ഒരു മിനിറ്റ്. ഇവിടെ ഒരു 1 2 3 4 5 ഒരു 5-6 ആൾക്കാരൊക്കെ ഉണ്ട്. അവരെന്തോ പരിപാടി ഉണ്ട്. ഒന്ന് നോക്കട്ടെ. ഹലോ, ഫയർഫോഴ്സ് അല്ലേ? അതെ, നിങ്ങൾ വരണ്ട കേട്ടോ. ഇവർക്ക് എടുത്തെന്നാണ് പറയുന്നത്. ഇവർക്ക് എടുത്താനുള്ള എന്തോ പരിപാടി ആക്കിയിട്ടുണ്ട്. ശരി, ഓക്കെ ശരി. പിന്നെ മംഗളോ? എങ്ങനെ എന്തോന്നാ? ഒന്നുകൂടി പാടിയേ. ഇങ്ങനെയൊന്നും അല്ലടാ. മംഗളോ? എന്തോന്ന് സാറേ ഇത്? വലിയ അപകടങ്ങൾക്ക് മുന്നിലേക്ക് വന്ന് ചാടുമ്പോൾ പിടിച്ചു മാറ്റുന്നത് രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസ്സുകാർക്ക് വലിയ പുച്ഛവും തമാശയുമായിരുന്നു. ഇപ്പോൾ എന്തായി? ടി സിദ്ദിഖ് ഇല്ലായിരുന്നെങ്കിലോ? ലോ ജനഗണ മംഗളദായക ജയ ഹേ. പാലോട് രവിയണ്ണന്റെ ദേശീയഗാനം ഇങ്ങനെയാണ് എന്ന് വെച്ച് ടി സിദ്ദിഖിന്റെ ദേശീയഗാനം ഇങ്ങനെ ആകണമെന്നില്ല. ടി സിദ്ദിഖിന്റെ ദേശീയഗാനം CD-യിലുണ്ട്. അപ്പോൾ നമുക്ക് തൽക്കാലം രവിയണ്ണന്റെ തന്നെ ദേശീയഗാനം കേൾക്കാം. എല്ലാവരും നേരെ എണീറ്റ് നിൽക്കണം. അറ്റൻഷൻ. അങ്ങനെ കേരളം മൊത്തം പടർന്നെന്ന് കോൺഗ്രസ്സുകാർ തന്നെ പറയുന്ന ആ തീയെ അവർ ദേശീയഗാനം പാടി കെടുത്തി ഒരു മൂലയ്ക്ക് അങ്ങനെ കിടത്തിയിട്ടുണ്ട്. സുധാരേട്ടാ, അപ്പോൾ കാസർഗോഡ് നിന്ന് ആരോ കൊളുത്തിവിട്ട ആ തീ കേരളം മൊത്തം പടർന്നു, തീപ്പന്തമായി, തീ കൊള്ളിയായി എന്നൊക്കെ പറഞ്ഞ ആ തീയില്ലേ, അത് തന്നെ നമ്മുടെ സമരാഗ്നി സമാപിക്കുകയാണല്ലോ. പ്രസിഡന്റിന്റെ ഒരു 2 വാക്കില്ലാതെ സമരാഗ്നിക്ക് എന്ത് സമാപനം? അപ്പോൾ അടുത്തതായി സംസാരിക്കാൻ കെ സുധാകരനെ ക്ഷണിക്കുന്നു. വേദിയിലെ വിശിഷ്ട നേതാക്കന്മാർ, എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഒരു പ്രസംഗത്തിന് ഞാനില്ല. അയ്യോ, അങ്ങനെ പറയല്ലപ്പാ, നമുക്ക് സങ്കടാവൂലേ? കേരളത്തിന് മൊത്തം ഒരു തീ കൈമാറി കാസർഗോഡ് നിന്ന് ഇവിടെ തിരുവനന്തപുരം വരെ നിങ്ങൾ വന്നിട്ട് അവസാനം നിങ്ങൾ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മോശമല്ലേ? കളം കാലിയായി. 2 ആള് പ്രസംഗിച്ച് കഴിയുമ്പോഴത്തേക്ക് ആള് പോകാൻ തുടങ്ങും. നേരത്തെ ഈ കസേരയെല്ലാം കാലിയാ. അല്ല, അതൊന്നും വിഷയാക്കണ്ട സുധാരേട്ടാ, അത് പോട്ടെ. ഇതിപ്പോൾ നിങ്ങൾ എന്താ ഇത് ഒരുമാതിരി ആദ്യമായിട്ട് ഈ ആളൊഴിഞ്ഞ കസേരകളോട് സംസാരിക്കുന്ന പോലെ? ഇത് നിങ്ങൾ എത്ര കണ്ടതാ? നിങ്ങൾ എന്തെങ്കിലും പറയാന്ന്. അത് കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ പിന്നെ എന്തിന് നിങ്ങൾ വരുന്നു? ഇതൊരു പാർട്ടിയല്ലേ? ഇതിനു വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ചിട്ടല്ലേ ഞങ്ങൾ ഇതൊക്കെ നടത്തിയിരിക്കുന്നത്. അതങ്ങനെയൊന്നും ആയിരിക്കൂല സുധാരേട്ടാ. നിങ്ങൾ സംസാരിക്കൂല എന്ന് വിചാരിച്ചിട്ടുണ്ടാവും അവര്. നമ്മുടെ വളരെ വൈകി പ്രസിഡന്റിന് ഒരു വിഷമം വന്നു പെട്ടെന്ന് പോയപ്പോൾ. അല്ല ഏട്ടാ, അങ്ങനെ പറയല്ലേട്ടാ. അതിപ്പോ ചെറിയ സങ്കടമൊക്കെ ഏത് സുധാരേട്ടനും ഉണ്ടാവൂലേ? പോയി അവർ കേൾക്കുന്നില്ലല്ലോ ഞാൻ പറയുന്നത്. അത് കേട്ടോ സതീഷ് ഏട്ടാ, ഇതാണ് പ്രശ്നം. ഇപ്പോൾ ഇഞ്ഞതാണെങ്കിൽ സുധാരേട്ടന് വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ പ്രസിഡന്റ് 3 മണിക്ക് കൊടും ചൂടിൽ വന്ന പാവപ്പെട്ട പ്രവർത്തകരാണ് ഇവിടെയുള്ളത്. അങ്ങനെയല്ല സതീഷ് ഏട്ടാ, നിങ്ങൾ ഇതെന്തെന്നാ പറയുന്നത്? നിങ്ങൾ നോക്കിയാട്ടെ, ആ മുന്നിലിരിക്കുന്ന ആള് എത്രയാ? അതിൻ്റെ ഒരു 10 ഇരട്ടി ആൾക്കാർ നിങ്ങൾ നിൽക്കുന്ന സ്റ്റേജിലുണ്ട്. കോൺഗ്രസിന് ഒരു വലിയ ഗാലക്സി ഓഫ് ലീഡർഷിപ്പ് ഉണ്ട്. ഇന്നൊരു സമാപനമായപ്പോൾ എല്ലാവരും ഈ ജാഥയുടെ സമാപനത്തെ അനുഗ്രഹിക്കാൻ വന്നു. സതീഷ് ഏട്ടാ, നിങ്ങൾ ഇങ്ങനെ പെരുമാറരുത്. ഇപ്പം 2 തെറി വിളിച്ചിട്ടൊക്കെ ഉണ്ടാവും. എന്ന് വെച്ച് നമുക്ക് മനുഷ്യത്വം എന്ന് പറയുന്നൊരു സാധനമില്ലേ? പ്രസിഡന്റിൻ്റെ ഉള്ളിൽ അത്രയും വേദനയുണ്ട്. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് സമാധാനിക്കും. ഒന്നുമില്ലെങ്കിലും ഈ ആൾക്കാർ പോയതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കിയിട്ടെങ്കിലും പറ. നിങ്ങൾ
സ്വാഭാവികമായിട്ട് ഈ ചൂടിൽ ഇരിക്കാനൊക്കെ ആളുകൾക്ക് പാടാം. അതുകൊണ്ടാണ് അത് പ്രസിഡന്റ് അതിനൊരു വിഷമം മനസ്സിൽ വേണ്ട. ഇത് കൊള്ളാം, നല്ല പൊളി സാധനം. പ്രസിഡന്റിന് കുറച്ച് സമാധാനമായിട്ടുണ്ടാവും. ഞാൻ പറയാൻ തുടങ്ങിയാൽ ഒരു മടങ്ങ് പറഞ്ഞു പോകും. അപ്പോൾ പ്രസിഡന്റെ ഇനി പ്രസിഡന്റ് ഒന്ന് സംസാരിച്ചോ. ആ ചൂട് കാരണം നമ്മളെ പ്രവർത്തകർ പോയതല്ലേ, അത് പോട്ടെ. എന്തിനാ ഇത്രയും വലിയൊരു പൊതുയോഗം, ഇത്ര വലിയ ലക്ഷക്കണക്കിന് ഉറുപ്പിക ചെലവഴിച്ചിട്ട് ഒരു പൊതുയോഗം സംഘടിപ്പിച്ചിട്ട്? അല്ലല്ലല്ലോ, ഒരു മിനിറ്റ്. അതിനിടയിൽ എന്തോ ഒരു ലക്ഷത്തിന്റെ കണക്ക് കേട്ടല്ലോ പ്രസിഡന്റ്. എന്താ സംഭവം? ആഹാ, കൊള്ളാലോ. സമ്മേളനത്തിന് ലക്ഷം പിന്നാലെ ഇല്ലെങ്കിലും സംഭാവനയായി ലക്ഷം വന്നിട്ടുണ്ട്. ഇവിടെ ഇത്തിരി നേരം ഇരുന്ന് ഇതൊന്ന് കേട്ടാൽ ഈ ഭൂമിയിൽ എന്തെങ്കിലും സംഭവിക്കുമോ? അങ്ങനെ ചോദിക്കൂ പ്രസിഡന്റെ. എന്താ ഭൂമിയിൽ എന്തെങ്കിലും സംഭവിക്കുമോ? നിങ്ങൾ പറ, എന്തെങ്കിലും സംഭവിക്കുമോ? എത്ര നേരം എന്ന് വെച്ചാൽ 5 മണിക്കൂറായി ആളുകൾ വന്നിട്ട്. അതിനകത്തൊരു വിഷമം വേണ്ട. അയ്യോ, അത് പോട്ടെ പ്രസിഡന്റെ. നമ്മൾ സമരാജ്ഞി കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ നമുക്ക് വേറെ വേദിയിൽ വെച്ചിട്ട് സതീശനെ ഇതിനും കൂടിയ തെറി വിളിക്കാം. ഞാൻ ആത്മാർത്ഥമായ നന്ദി പ്രകാശിപ്പിക്കും. അപ്പോൾ പ്രസിഡന്റെ, ഇനി കെഞ്ചാനും അപേക്ഷിക്കാനൊന്നും പറ്റൂല. സമരാജ്ഞി തീരുവാണ്. സമരാഗ്നി എന്ന് പറയുന്ന ഈ ജാഥ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യത്തേതാണെന്ന് ഓർമ്മ വേണം. ഇതേ പോക്കാണെങ്കിൽ ചിലപ്പോൾ അവസാനത്തെ യാത്രയോ ആവും. അതുകൊണ്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞു, നമുക്ക് ക്ലോസ് ചെയ്യണം. ഞാൻ പ്രസംഗിക്കാനൊന്നുമില്ല. എന്തായാലും കേൾക്കാൻ ആളില്ല, കളം കാലിയാണ്, മൊത്തത്തിൽ കളസം കീറിയ അവസ്ഥയുമാണ്. ഇനിയും വലിച്ചു നീട്ടിക്കൊണ്ടുപോയി നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്നതിലും നല്ലത് നമുക്ക് ഈ പരിപാടി ഇവിടെ വെച്ച് നിർത്തുന്നതാണ്. സമരാഗ്നി ഇന്നിവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ പരിപാടി തീരുവാണ്. ദേശീയഗാനത്തോടു കൂടിയാണ് പരിപാടി തീരുന്നത്. എല്ലാവരും നേരെ നിൽക്കണം. അറ്റൻഷൻ. അതെ, ഏതാ നിങ്ങളെ പാർട്ടി? കോൺഗ്രസ്. ഏത്? നെഹ്റുവിൻ്റെയും ഗാന്ധിജിയുടെയും ഒക്കെ കോൺഗ്രസ്. കൊള്ളാം, നമ്മളില്ലേ.